Melvin. Welcome, Asif. Karmeta, Asif, and this is Melvin. Melvin, Asif. ആസിഫിനോട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുലികളിക്കൊക്കെ തോക്കായിട്ട് നടക്കൂലേ, അതേപോലത്തെ ഒരു ആക്ഷൻ. എന്തായിരുന്നു ആസിഫ് അത് ആക്ഷൻ? ഈ ഓണത്തിന് ഞാൻ പുലിക്കളി ഉണ്ടാവും, അപ്പം ഞാൻ മറ്റേ തോക്ക് പിടിക്കുന്ന സാധനമാണ്. അതങ്ങനെ കളിച്ചിട്ട് ഇപ്പം എന്ത് ഡാൻസ് കളിക്കുമ്പോൾ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് പുലികളിക്ക്. അതെ. ഓക്കെ, എന്നാ തുടങ്ങാം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപ് ഇതെന്താ ഈ കോട്ട് ലുക്സ് സോ ഡിഫറെന്റ്? ഇത് പഴയ ഒരു ഡെനിം ജാക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഇയാള് വരച്ചാണോ? ഞാൻ വരച്ചതാണ്. കുറച്ച് പഴയ സാധനം യൂസ് ചെയ്യാതെ കിടപ്പുണ്ട്. എന്താണിത്? അവന് കുറച്ച് പഴയ സാധനം യൂസ് ചെയ്യാതെ കിടപ്പുണ്ട്. ആ പഴയ കോമഡി മുഴുവൻ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ നമുക്ക് തരും, അതാണോ ഉദ്ദേശിച്ചത്? അതല്ല. കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ അതെല്ലാം പഠിച്ചതല്ലാതെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെ, എന്ന് പറഞ്ഞ പോലുള്ള സാധനങ്ങൾ ഇറങ്ങി. എന്തായാലും കോട്ടിൽ വരച്ചത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, വി സ്റ്റാർട്ട് ദി പെർഫോമൻസ്. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, ഒന്നും ആരെ പേടിക്കൊന്നും വേണ്ട, ഇവരൊന്നും പേടിക്കണ്ട, എന്നെ മാത്രം പേടിച്ചത്. കാരണം ആ 2:30 ടൈം കഴിഞ്ഞാൽ വിസലടിച്ച് നശിപ്പിച്ചോളൂ. ആരാണ് ആദ്യത്തെ പെർഫോമൻസ്? ആദ്യം ചെയ്യുന്നത് ആസിഫാണ്. Here we go, please. കാസർഗോഡ് കുംബ്ല എന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ കുംബ്ല എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പക്ഷേ ഇന്ത്യൻ ഇതിഹാസം അനിൽ കുംബ്ലെ എല്ലാവർക്കും അറിയാം. ധർമ്മചേട്ടനെ അനിൽ കുംബ്ലേനെ അറിയാം? പിന്നെ അറിയാം. പുള്ളി ഇന്ത്യക്ക് വേണ്ടി എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? പുള്ളി അതിന് ഹോക്കി പ്ലെയർ അല്ലേ. അപ്പോൾ ഈ കുംബ്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ കുംബ്ലേൻ്റെ അടുത്ത് SI ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. ഒരു മിനി ഓക്സ്ഫോർഡാണ്. അതായത് കോമ്പൗണ്ടിൽ കാലുകുത്തിയാൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനായാൽ പോലും ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവിടുന്ന് വിടും. മലയാളം ക്ലാസ് വരെ ഇംഗ്ലീഷിലാണ് എടുക്കാറ്. മലയാളം സംസാരിച്ചാൽ ഫൈനാണ്. ഞാനൊക്കെ 50 രൂപ കൊടുത്തിട്ടാണ് കണക്ക് ഭാഷ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ടീച്ചർമാർ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറയും, നീ നാളെ വരുമ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി. അങ്ങനെ ഇത് പതിവായി. ഒരു ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, എടാ ആസിഫെ, നീ സ്കൂളിൽ പോകുന്ന നിർത്തിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ അറ്റൻഡൻസ് എനിക്കാണ്. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ ഫീസും അവർ മേടിക്കും. 2 പേരെ പഠിപ്പിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഈ സ്കൂളിൻ്റെ അടുത്താണ് ഗോകുലേട്ടൻ്റെ ഹോട്ടൽ. അതായത് ഗോകുലേട്ടൻ്റെ ഹോട്ടലും വീടും ഒന്നിച്ചാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഗോകുലേട്ടൻ ആളൊരു സൈക്കോയാണ്. ഗോകുലേട്ടൻ്റെ വിചാരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സായിപ്പന്മാരെല്ലാം പട്ടിണി കിടന്ന് ചത്തേനാന്നാണ് പുള്ളിയുടെ വിചാരം. ഞങ്ങളവിടെ കഴിക്കുന്നതുകൊണ്ടാണ് പുള്ളിയും കുടുംബവും പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ദിവസം പൊറോട്ടയും ബീഫ് കഴിച്ചോണ്ടുണ്ട്. അപ്പോൾ ഗോകുലേട്ടൻ ഒരു 4 വയസ്സുള്ള മകനുണ്ട്. അവൻ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് കഴിക്കുന്നത്. അങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞ്, അച്ഛാ എനിക്കും വേണം അവർ കഴിക്കുന്ന സാധനം. ഗോകുലേട്ടൻ ഒറ്റരടി, നിന്നോട് പറഞ്ഞിട്ടല്ലേടാ ഇവിടുത്തെ ഭക്ഷണം കഴിക്കണ്ട, ഇവിടെ ഒന്നും സാധനം കൊള്ളൂല, വീട്ടിൽ പോയി കഴിക്കണം. ഓക്കെ, ടൈം ഇനി ബാക്കിയുണ്ട്. അടുത്ത ആളിലേക്ക് പോകുന്നു. മെൽവിൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ മോനിച്ചൻ ചേട്ടനെ പറ്റിയാണ്. മോനിച്ചൻ ചേട്ടൻ നല്ലൊരു കൂട്ടുപതിക്കാരനാണ്. ഒരിക്കൽ മോനിച്ചൻ്റെ സുഹൃത്തായ ആൻ്റപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചെല്ലുമ്പോൾ ആൻ്റപ്പച്ചനെ കുളിക്കുകയാണ്. അപ്പോൾ ആൻ്റപ്പച്ചനെ കുളിക്കേണ്ട തക്കത്തിൽ ആൻ്റപ്പച്ചൻ്റെ മകൻ അവിടെ നിന്ന് മാറി സ്മോ അടിക്കണേ. അപ്പോൾ അന്ന് 1-ാം തീയതി സാധനം കിട്ടാനില്ല. അപ്പോൾ മോനിച്ചനോട് ചോദിച്ചു, എടാ മോനെ, എനിക്കൊരു 2 പെഗ് തരുമോ? അപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് പോടുന്നു, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, ബ്ലാക്കിൽ മേടിച്ചാണ്, തനിക്കരാൻ പറ്റില്ല. അപ്പോൾ മോനിച്ചനും പറഞ്ഞ്, എടാ വെറുതെ വേണ്ട, ഞാൻ എനിക്ക് 250 രൂപ വെച്ചൊരു പെഗിന് തരാം, എനിക്കൊരു 2 പെഗ് തന്നാൽ അത് കഴിഞ്ഞ് ഒരു 500 രൂപ എടുത്ത് പുള്ളി മേശപ്പുറത്ത് വെച്ച്. അപ്പോൾ അവന് കണ്ടില്ല, അവനാകെ 400 വാങ്ങിച്ച കുപ്പിയാണ്. അവൻ 2 പെഗ് ഒഴിച്ചു കൊടുത്ത്. പുള്ളിക്കാരൻ 2 പെഗ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൻ്റപ്പച്ചേട്ടൻ കുളിയും കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും മോശം പറയാം, ആൻ്റപ്പാ ഞാൻ ഇന്നലെ വാങ്ങിച്ച 500 അല്ലേ, ഇതേ മോൻ്റെ കൊടുത്തിട്ട് മേടിച്ചു. അതാണ് മോനിച്ചൻ ചേട്ടൻ. ഈ മോനിച്ചൻ ചേട്ടൻ നാട്ടിലൊരു തെങ്ങും പറമ്പുണ്ട്. നല്ല 100-150 തെങ്ങൊക്കെയുള്ള ഒരു വലിയ പറമ്പാണ്. അപ്പോൾ പറമ്പിൽ തേങ്ങ ഇടാൻ സമയമായി. അപ്പോൾ പുള്ളിക്കാരൻ തേങ്ങ ഇടാൻ ആളെ അന്വേഷിച്ചപ്പോൾ നല്ല കൂലിയായിരിക്കണം. മോനിച്ചേട്ടൻ പിശുക്കനായോണ്ട് കൊടുക്കൂല. മോനിച്ചേട്ടൻ ഒരു അടവ് ചെയ്ത്. അപ്പം അന്ന് ഓണമൊക്കെ ആയി വരുന്ന സമയമാണ്. അപ്പോൾ ആ മോനിച്ചേട്ടൻ പറമ്പിൻ്റെ മുമ്പിൽ ഫ്ലെക്സ് അടിച്ച് ഓണത്തോടനുബന്ധിച്ച് മോനിച്ചൻ നടത്തുന്ന പ്രത്യേക മത്സരം, തേങ്ങയിടൽ മത്സരം. ഏറ്റവും കൂടുതൽ തേങ്ങയിടുന്ന ആൾക്ക് 1001 രൂപ സമ്മാനം. ഇത് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിലെ സകല ചെറുപ്പക്കാരും കൂടി ഓടി വന്ന് സകല തെങ്കിലും തേങ്ങ ഇട്ട് കൊടുത്ത്. അങ്ങനെ 10,000 രൂപ കൂലി കൊടുക്കേണ്ട പരിപാടി 1000 രൂപക്ക് മോനിച്ചേട്ടൻ നിർത്തി. ഈ മോനിച്ചൻ ചേട്ടന് ഒരു അയൽക്കാനുണ്ട്, ദാമോദരൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകില്ല. പുള്ളിക്കാരൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ, അപ്പോൾ മോനിച്ചൻ്റെ തൊട്ടടുത്ത ഇയാളുടെ വീട്. ഇയാൾ ഫുൾ ടൈം നമ്മുടെ മോനിച്ചൻ്റെ പറമ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അവിടെ എന്താ നടക്കണം, അവിടെ ആരൊക്കെ വന്ന് പോകണത്. അപ്പോൾ ഇയാളുടെ ശത്രുവാണ്. ഇത് മോനിച്ചേട്ടൻ കാണുന്നുണ്ട്, പക്ഷേ അത് പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. നാട്ടുകാർ പറഞ്ഞെങ്കിലും പുള്ളി ചിരിച്ചു കളയണേ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ദാമോദരൻ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിപ്പിന് നമ്മുടെ മോനിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, വളരെ ഉപകാരമുള്ള മനുഷ്യനായിരുന്നു,
അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ എന്ത് ഉപകാരം 1 മണിക്ക് പോകുമ്പോൾ ഇയാളെ കൊണ്ട് എന്ത് ഉപകാരം. ഈ ഉപകാരം മനസ്സിലായത് ദാമോദർ ചേട്ടൻ മരിച്ച് പിറ്റേ ദിവസം മോഹൻ ചേട്ടൻ പുള്ളിയുടെ പറമ്പിൽ CCTV ക്യാമറ പിടിപ്പിച്ച്. അതുവരെ പുള്ളി CCTV ആയിട്ട് ഉപയോഗിച്ചിരുന്നത് പുള്ളിനെയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പലിശക്കാരനുണ്ട് ഷിബുണ്ണൻ്റെ അടുത്ത ദിവസം മോഹൻ ചേട്ടൻ ചെന്നു. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞ് ഷിബു എനിക്കൊരു 2000 രൂപ കടം വേണം. ഷിബുണ്ണൻ ഇവൻ ഇയാളുടെ ഉടായി പറയാമെന്നൊരു ഷിബുണ്ണൻ പറഞ്ഞ് തനിക്കങ്ങനെ വെറുതെ തരാൻ പറ്റില്ല, എന്തെങ്കിലും പണയത്തിനാണ് പൈസ തരാമെന്ന്. അപ്പോൾ മോനിച്ചൻ പറഞ്ഞ് കാരണം ഞാൻ വന്ന എൻ്റെ കാറുണ്ട് 8 ലക്ഷം രൂപയുടെ കാറാണ്, അതിവിടെ പണയത്തിനാണ് കേട്ടോ. എന്നിട്ട് താൻ 2000 രൂപ വന്നു. 2000 രൂപ കൊടുത്ത് പൈസ മേടിച്ച് മോഹൻ ചേട്ടൻ പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു. കറക്റ്റായിട്ട് 2000 രൂപയും അതിൻ്റെ പലിശ 200 രൂപയും കൊടുത്ത് തിരിച്ചു പോന്നു. അപ്പോൾ മോനിച്ചൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു തനിക്കെന്ത് പ്രാന്തോട് 8 ലക്ഷം രൂപ വണ്ടി കൊടുത്തിട്ട് പണയം വെച്ചിട്ട് 2000 രൂപ അടിക്കാൻ. എടാ എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാനെൻ്റെ ഫാമിലിയും കൂടെ 1 മാസത്തേക്ക് ടൂർ പോകാൻ. അപ്പോൾ ഈ വണ്ടി വീട്ടിൽ നിന്ന് സേഫ് അല്ല, ഏതെങ്കിലും പേൻ പാർക്കിംഗ് കൊണ്ട് ഇട്ടാൽ നല്ല 10,000 രൂപ വാടക കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ 200 രൂപ എൻ്റെ വണ്ടി സേഫായിട്ട് കളിക്കും. ഓക്കെ, ഇനി ആസിഫ്. പണ്ടൊക്കെ നമ്മളുടെ ഇഷ്ടപ്പെട്ട ജി പാർലേജി ആയിരുന്നു. എന്നാൽ ഇന്ന് 4Gയും 5Gയും ഒക്കെയായി. മലയാളികൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പുതിയൊരു ജിയും കൂടി കിട്ടി, പാലാജി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാഷൻ ഇൻഫ്ലുവൻസറാണ്, എല്ലാവരും ഫാഷൻ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ ഒരു പയ്യൻ ഫാഷൻ ഇൻഫ്ലുവൻസറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവൻ്റെ ഒന്ന് അക്കൗണ്ടിൽ പോയി നോക്കാം. കള്ളിമുണ്ടും ബനിയനും ഇട്ട് തെങ്ങുമ്മേ ചാരി എന്ന് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നു. ഫോളോ ദി ഫാഷൻ, ഡോണ്ട് ഫോളോ ദി പീപ്പിൾ. ഫാഷൻ ഈസ് സ്റ്റാൻഡ് അബൌട്ട് ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഷർട്ട് പീസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം വെച്ചാൽ ഏതെങ്കിലും സ്കൂളിൻ്റെ യൂണിഫോം ആയിരിക്കും. അതായത് LKGക്ക് ഒരു യൂണിഫോം, ഹൈസ്കൂൾ, UP, LP അങ്ങനെ ഓരോ ക്ലാസ്സിനും ഓരോ യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ പെങ്ങൾക്ക് തീരെ വയ്യ. അവൾക്ക് ഒരു LKG പഠിക്കുന്ന ഒരു മകനുണ്ട്. അപ്പോൾ മകൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ്. പെങ്ങൾ എന്നോട് ചോദിച്ചു നിനക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ പോവാം, പക്ഷേ ഈ കോലത്തിൽ പോകാൻ പറ്റില്ല, കാരണം ഒരു പാരൻസ് മീറ്റിംഗ് ആണല്ലോ. ഞാൻ നല്ലൊരു ഫോർമൽ ഡ്രസ്സുമായിട്ട് സ്കൂളിൽ പോയിട്ട് എനിക്കറിയില്ല എവിടെയാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഞാനിങ്ങനെ ക്ലാസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് PT സർ ചന്തിക്കും അച്ചൊരടി. കാരണം ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് +1 യൂണിഫോം ആയിരുന്നു. 2 മണിക്ക് മീറ്റിങ്ങിന് പോയ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സും കഴിഞ്ഞ് 5 മണിക്കാണ് വീട്ടിൽ പോയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ബേജാറിൽ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താടാ ഇങ്ങനെ ബേജാറിൽ ഇരുന്നിന്? അപ്പോൾ ഓൻ പറഞ്ഞ് എടാ എൻ്റെ കോയിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കോയിനെ കാണാത്തതിനോടാ നീ ഇങ്ങനെ ബേജാറ്? എൻ്റെ പെണ്ണ് തേച്ചിട്ട് പോയില്ല, 5 വർഷം പ്രണയിച്ച പെണ്ണ് തേച്ചിട്ട് പോയിട്ട് ഞാൻ ഇത്ര ബേജാറായിട്ടാണ്. അപ്പോൾ എന്നോട് പറയാം നിൻ്റെ പെണ്ണ് മുട്ടയിടും. ഓക്കെ, നമുക്ക് വീണ്ടും സമയം ബാക്കിയുണ്ട്. എന്നാലും അടുത്ത ആളിലേക്ക് പോവുകയാണ് മെൽവിൻ. ഞാൻ അടുത്തായി എൻ്റെ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഒരു സുഹൃത്തിനെയാണ്. അവൻ്റെ പേര് ശാന്തകുമാർ. പക്ഷേ ഇവൻ്റെ ഈ സ്വഭാവമായിട്ട് ഇവൻ്റെ പേരിനൊരു മാച്ചും ഇല്ല. കാരണം ഇവന് ക്ഷമയെന്ന് പറഞ്ഞ സാധനമില്ല. ഇവൻ്റെ അമ്മ ഇവനെ പ്രസവിച്ചത് 8-ാം മാസത്തിലാണ്. കാരണം 10 മാസം നമ്മുടെ വയറ്റിൽ കിടക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവം കാരണം അപ്പോൾ ഇവന് സ്കൂളിൽ പഠിക്കുമ്പോഴാലും 8-ാം ക്ലാസ് വെച്ചും പഠിത്തം നിർത്തി. അത് 10-ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടല്ല, അവന് ബുദ്ധിയില്ലായിരുന്നു. പിന്നെ ഇവൻ്റെ ഈ ക്ഷമയില്ലാത്ത സ്വഭാവം കാരണം ആരും ഇവനെ പണിക്ക് വിളിക്കില്ല. കാരണം ചെല്ലണ പണിയെല്ലാം ധൃതി പിടിച്ച് അലങ്കോലാക്കി വെക്കും. അപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഇവൻ്റെ അപ്പനെ ആകെ വിഷമമായി. ഇവൻ പണിക്കും പോവാതെ പഠിപ്പില്ല. അപ്പോൾ അപ്പനൊരു ബുദ്ധി ചെയ്തു, എൻ്റെ അച്ഛനോടത്തേ ഇവന് ക്ഷമ ഉണ്ടാക്കാനൊരു ബുദ്ധി ചെയ്തു. ഇവന് ദിവസം രാവിലെ അച്ഛൻ ഒരു ചൂണ്ട എടുത്തോട്ട് തോന്നി നീ ഫോട്ടോജി ബീച്ചിൽ പോയി ചൂണ്ടിയിട്ട് കറിക്കുള്ള മീൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോയി അറിയാൻ മതിയെന്ന്. അപ്പോൾ കടലിൽ പോയി മീൻ പിടിക്കാമെന്ന് ഇത്തിരി ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ശാന്തകുമാർ രാവിലെ പോയിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശാന്തകുമാർ വീട്ടിലേക്ക് വന്നെ. അപ്പോൾ ഒരു കയ്യിൽ ചൂണ്ടയും ഒരു കയ്യിൽ സഞ്ചിയുണ്ട്. ശാന്തകുമാർ വന്നിട്ട് അപ്പോൾ അച്ഛന് സന്തോഷമായി, എന്തോ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു അച്ഛാ എന്നാ ഞാൻ ചൂണ്ടിയിട്ടൊരു ചൂരനെ പിടിച്ചിട്ടുണ്ട്, കൊണ്ട് കറി വെക്ക്. അപ്പോഴത്തേക്കും അച്ഛന് സന്തോഷമായി. അച്ഛൻ നോക്കിയിട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അച്ഛൻ്റെ മുഖമായിട്ട് മാറി. അച്ഛൻ പറഞ്ഞു എടാ പലരും ഞാൻ ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ട്, ചൂണ്ടിട്ടിട്ട് കറക്റ്റ് ചൂരയുടെ 1 കിലോത്തിൻ്റെ പീസ് കട്ട് ചെയ്ത് പിടിക്കുന്നവർക്ക് ആദ്യമായിട്ട് കാണുന്നത്. കാരണം ശാന്തകുമാറിന് ചൂണ്ടുള്ള ക്ഷമയില്ലായിരുന്നു. അവൻ തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്ന് പോയിട്ട് മീൻ മേടിച്ചിട്ട് വന്നത്. പക്ഷേ മേടിച്ച് മീൻ ഇതായിപ്പോയി. അപ്പോൾ ഈ ശാന്തകുമാറിന് എങ്ങനെയെങ്കിലും ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞടാ യൂട്യൂബിൽ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട്, നീ അതൊന്ന് കണ്ടു നോക്ക്, ചിലപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ക്ഷമ എങ്ങനെ വരുത്തിയെടുക്കാനുള്ള വീഡിയോ ലിങ്ക് അയച്ചാൽ നീ കണ്ടോന്ന് തോന്നി. പക്ഷേ ഇവൻ 2 ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എടാ ആ വീഡിയോ കണ്ടില്ലേ? എന്താ എടാ ഒരു വീഡിയോ 18 മിനിറ്റും പിന്നെ 22 മിനിറ്റും കണ്ടു, എനിക്കത് കാണാൻ ക്ഷമയില്ല. പിന്നീട് അപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ശാന്തകുമാറിനെ നമുക്കൊരു പെണ്ണ് കെട്ടിക്കാം. അപ്പോൾ അവന് പതുക്കെ ക്ഷമയൊക്കെ വരും. അങ്ങനെ ശാന്തകുമാറായിട്ടൊരു പെണ്ണ് കണ്ട്, പെണ്ണിനെ ശാന്തകുമാരനെ ഇഷ്ടപ്പെട്ടു, പെണ്ണിന് വ്യാപനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ വീട്ടുകാർ ഡിമാൻഡ് പറഞ്ഞു ഒരു 6 മാസത്തെ ഗ്യാപ്പ് വേണം.
കാരണം പെണ്ണിൻ്റെ പഠിപ്പ് തീരണം. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ശാന്തകുമാറിൻ്റെ ക്ഷമ പോയി. ശാന്തകുമാർ കല്യാണം ഉറപ്പിച്ച പെണ്ണെ കൊണ്ട് ഒളിച്ചോടിപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇപ്പോൾ നാട്ടുകാർക്ക് പറഞ്ഞാൽ അവന് ക്ഷമ വന്നിട്ടുണ്ട്, അവന് കല്യാണം കഴിഞ്ഞപ്പോൾ ക്ഷമ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. കാരണം കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടുള്ളൂ, 4 പിള്ളേരവന് ആ കാലത്ത് ഒരു ക്ഷമയും കാണിച്ചില്ല. രണ്ടുപേരും മത്സരിച്ചെങ്കിലും ആസിഫ് നമ്മുടെ സമയം ഒരു 2:30 എന്നുള്ള സമയം അത് ഫുള്ളാക്കിയില്ല. 2 പ്രാവശ്യവും ഫുള്ളാക്കാൻ പറ്റിയില്ല. കാരണം പകുതിക്ക് വെച്ച് നിർത്തിക്കളയുന്ന ഒരു ഇതായിരുന്നു. മെൽവിൻ്റെ തമാശ കഥകൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം പോയിൻ്റാണ്, കറക്റ്റായിട്ട് അത് പറയാൻ പറ്റിയെന്നുള്ളതാണ്. ശാന്തകുമാറിൻ്റെ ക്ഷമ അടിപൊളിയായിട്ടുണ്ടാ കഥകൾ, ഒരു കോർത്തിണക്കി ഒരു 3-4 ക്ഷമയുടെ കഥകൾ പറഞ്ഞത് നന്നായിരുന്നു. ആസിഫ് എനിക്ക് ആദ്യം പറഞ്ഞതിന് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മലയാളം പോലും ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കണേന്ന് പറയാൻ എന്താണ്? അത് സ്കൂള് മലയാളം പോലും ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കണേന്ന് വല്ലാത്തൊരു ഉപമയായി പോയി പറഞ്ഞത്. എന്തായാലും രണ്ടുപേരും നന്നായി. മിൽവിൻ്റെ കുറച്ചുകൂടി നല്ല തമാശകളായിരുന്നു. താങ്ക് യു ധർമ്മേട്ട. രമേശ് ഏട്ടാ, രണ്ടുപേരും നല്ലതായിരുന്നു. ഈ ആസിഫ് പറഞ്ഞ തമാശകൾ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് വായിച്ചാൽ നമ്മൾ ചിരിക്കൂല. ആസിഫ് തന്നെ പറയണം. നമ്മളുടെ വീഡിയോസ് പലതും വൈറലാവുന്ന കൂട്ടത്തിൽ ഇപ്പം കേശവബാമൻ്റെ കാക്കമ്മയുടെ പാട്ട് വൈറലായി. എനിക്ക് തോന്നുന്നു ആദ്യം വൈറലായ ഒരു കഷ്ണം ആസിഫിൻ്റെ പ്രകടനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ആസിഫിൻ്റെ ഒരു കഷ്ണമാണ്. ആസിഫ് കാസർഗോഡ് ഭാഗങ്ങളിൽ ഒരു സ്റ്റാറായി എന്ന് കേട്ടതുള്ളതാണോ ആസിഫെ? തീർച്ചയായും. ആസിഫിൻ്റെ തമാശകൾ നല്ലതായിരുന്നു. മെൽവിൻ കുറേ തമാശകൾ പറഞ്ഞു. മെൽവിൻ ആ 2.5 മിനിറ്റിനകത്തുനിന്ന് 1 സെക്കൻഡ് പോലും, പണ്ട് സൈക്കിൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ചവിട്ടുമല്ലോ, 1 മണിക്കൂറിന് 59 മിനിറ്റ് 59ാമത്തെ സെക്കൻഡ് കടയ്ക്ക് ഒരു റൗണ്ടും കൂടെ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നത്, അതുപോലെ സമയം ഉപയോഗിച്ചു. ആസിഫ് സമയം 30 സെക്കൻഡ് എല്ലാം കൂടെ 1 മിനിറ്റ് ബാക്കി വെച്ചു. ആ 1 മിനിറ്റ് തന്നെ 1/2 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം ആസിഫ് ഞാൻ ഒരിക്കൽ പോയി അപ്പോൾ എന്ന് പറഞ്ഞ ഓരോ വാക്ക് ആസിഫ് പറയുന്നത് എന്നിട്ടാണ് എത്തിച്ചത്. രണ്ടുപേരുടെയും പ്രകടനം വളരെ നല്ലതായിരുന്നു. എങ്കിലും നമുക്കൊരു വിജയിയെ, നമ്മൾ തമാശയുടെ എണ്ണമാണ് നോക്കുന്നത്. ഒറ്റക്കൊറ്റക്ക് മത്സരിക്കുമ്പം വലിയ പ്രകടനമാണ് ആസിഫ് കാണിച്ചെങ്കിൽ എനിക്ക് ഇന്ന് ഈ 2 പേരുടെ പ്രകടനത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് മെൽവിനാണ്. അതുകൊണ്ട് മെൽവിനെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 2 പേർക്കുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കുവാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെയും ധർമ്മേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്.